500 കോടി വേണമെന്ന് ഹൃത്തിക് റോഷൻ, 350 കോടിയേ നൽകൂ എന്ന് നിർമ്മാതാവ്. പ്രതിസന്ധിയിലായി ക്രിഷ് 4. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ ഏറ്റവും ഹിറ്റായ ഫ്രാഞ്ചൈസിയിൽ ഒന്നാണ് ക്രിഷ് സീരീസ്. ഹൃത്തിക് റോഷൻ നായകനായ ഈ സൂപ്പർ ഹീറോ ഫ്രാഞ്ചൈസിയിലെ 4ാം ചിത്രത്തിന്റെ അപ്ഡേറ്റ് നേരത്തെ പുറത്തു വന്നിരുന്നു. നടൻ ഹൃത്തിക് റോഷൻ ആണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. ഹൃത്തിക്കിന്റെ ആദ്യ സംവിധാന സംരംഭമാണ് ഇത്. എന്നാൽ റിപ്പോർട്ടുകൾ പ്രകാരം ക്രിഷ് 4ന്റെ നിർമ്മാണം ഇപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണ്. നായകൻ ഹൃത്തിക് റോഷനും നിർമ്മാതാവ് ആദിത്യ ചോപ്രയും അഭിപ്രായ ഭിന്നതയെ തുടർന്നാണ് സിനിമയുടെ ചർച്ചകൾ നിർത്തിവച്ചത്. 2026-ൽ നിർമ്മാണം ആരംഭിക്കാനിരുന്ന ചിത്രമായിരുന്നു ക്രിഷ് 4. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ചിത്രം ഉടനെന്നും സാധ്യമാകില്ലെന്നാണ് കരുതപ്പെടുന്നത്. സിനിമയുടെ VFX അടക്കമുള്ള ജോലികൾക്ക് വൻ തുക വേണ്ടിവരുമെന്നും അതിൽ ഹൃത്തിക് റോഷൻ 500 കോടി ആവശ്യപ്പെട്ടുവെന്നും എന്നാൽ ആദിത്യ ചോപ്ര അതിന് തയ്യാറായില്ലെന്നുമാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ചിത്രത്തിന്റെ ബജറ്റ് 350 കോടിക്കുള്ളിൽ നിർത്തണമെന്ന ആദിത്യയുടെ തീരുമാനം ഹൃത്തിക് റോഷൻ അംഗീകരിച്ചിട്ടില്ല. യഷ് രാജ് ഫിലിംസിനൊപ്പം മറ്റ് നിർമ്മാണ കമ്പനികളെയും ഒപ്പം ചേർക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഹൃത്തിക്. 2003-ൽ കോയി മിൽ ഗയെ എന്ന സയൻസ് ഫിക്ഷൻ ചിത്രത്തിലൂടെയാണ് രാകേഷ് റോഷന്റെ ക്രിഷ് ഫ്രാഞ്ചൈസി ആരംഭിച്ചത്. പിന്നീട് 2006-ൽ ക്രിഷിലൂടെ ഒരു സൂപ്പർ ഹീറോ ഫ്രാഞ്ചൈസിയാക്കി ഇത് മാറ്റി. 2013-ൽ ക്രിഷ് 3 എന്ന ചിത്രത്തിൽ ഹൃത്തിക് റോഷനെയും രോഹിത്തിനെയും അദ്ദേഹത്തിന്റെ മകൻ കൃഷ്ണനെയും വീണ്ടും അവതരിപ്പിച്ചു. കോയി മിൽ ഗയ ഹൃത്തിക്കിന്റെ നായികയായി പ്രീതി സിൻഡെ അഭിനയിച്ചപ്പോൾ ക്രിഷ് ചിത്രങ്ങളിൽ പ്രിയങ്ക നായികയായി. ആദ്യ 2 ഭാഗങ്ങളിൽ രേഖയും 2ാം ഭാഗത്തിൽ നസറുദ്ദീൻ ഷാ, വിവേക് ഒബ്റോയ്, കങ്കണ റണാവത്ത് എന്നിവരും ഫ്രാഞ്ചൈസിയിൽ അഭിനയിച്ചിട്ടുണ്ട്. തിരക്കഥയ്ക്കല്ല, ബജറ്റിനായിരുന്നു ഏറ്റവും കൂടുതൽ സമ്മർദ്ദം അനുഭവിച്ചത്. ഈ ചിത്രത്തിന് ആവശ്യമായ കൃത്യമായ ബജറ്റിനെക്കുറിച്ച് ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു ധാരണയുണ്ട്. സിനിമയ്ക്കായുള്ള ജോലികൾ പുരോഗമിക്കുകയാണ്. ഈ സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻസിന് ഒരുപാട് സമയം വേണ്ടിവരും. അതിനാൽ ചിത്രീകരണം ആരംഭിക്കുന്നതിന് മുൻപ് നല്ല തയ്യാറെടുപ്പുകൾ ആവശ്യമാണ്. 2027-ൽ സിനിമ പുറത്തിറക്കാനാണ് ഞങ്ങളുടെ പദ്ധതി എന്നായിരുന്നു രാകേഷ് റോഷൻ നേരത്തെ സിനിമയെക്കുറിച്ച് പറഞ്ഞത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക.